ഗോത്രകലകളായ മംഗലം കളി, മലപ്പുലയാട്ടം, പണിയനൃത്തം, പളിയനൃത്തം, ഇരുളനൃത്തം തുടങ്ങിയവ ഈ വർഷം മുതലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിലെത്തിയത്. ലത്തീൻ ക്രൈസ്തവരുടെ കലാരൂപമായ ചവിട്ടുനാടകം MA ബേബി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് കലോത്സവ വേദിയിലെത്തിയത്. കാഴ്ചക്കാരിൽ ആവേശം നിറച്ച് കിഴക്കേക്കോട്ട കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് ചവിട്ടുനാടകം നടക്കുന്നത്. വിദേശ കലാരൂപമായ ഓപ്പറയും തദ്ദേശീയ കലാരൂപങ്ങളായ കഥകളിയും കൂടിയാട്ടവും യക്ഷഗാനവും ആയോധന കലയായ കളരിപ്പയറ്റും ഒരേ വേദിയിൽ അരങ്ങു തകർക്കുന്നുവെന്ന് തോന്നാം ചവിട്ടുനാടകം കാണുമ്പോൾ. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവർക്കിടയിൽ രൂപപ്പെട്ട കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിലെമ്പാടും വ്യാപിക്കാൻ ഇടയാക്കിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള അതിൻ്റെ വരവോടെയാണ്. ഇന്ന് കേരളത്തിലെ സ്കൂൾ യുവജനോത്സവത്തിലൂടെ ബഹുമാനായ MA ബേബി സാറ് ആദ്യം ഇതിൻ്റെ തുടക്കം കുറിച്ചു. അത് പിന്നീട് യുവജനോത്സവത്തിൽ വന്നു. കഴിഞ്ഞ 10 വർഷവും യുവജനോത്സവ വേദികളിൽ ചവിട്ടുനാടകം വന്നതോട് കേരളത്തിൻ്റെ മേഖലകളിൽ ഇതറിയപ്പെടാൻ തുടങ്ങി. പിന്നെ സാംസ്കാരിക വകുപ്പ് വേണ്ട രീതിയിൽ പ്രോത്സാഹനം നൽകുന്നതുകൊണ്ടും കുറച്ചും കൂടി ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ചടുലമായ ചുവടുകളോടെ മത്സരാർത്ഥികൾ തകർത്താടുമ്പോൾ കാഴ്ചക്കാരുടെ ആവേശവും വാനോളം ഉയരും. ധാരാളം കായികശേഷി വേണ്ട മത്സരം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും പലരും തളർന്നു വീഴും. ഒരു തുള്ളി വെള്ളത്തിനായി പരവേശപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ നെഞ്ചിലേക്ക് ചായും. ഒരു കാലത്ത് ആൺകുട്ടികൾ കൈയടക്കിയിരുന്ന ചവിട്ടുനാടക വേദിയും പെൺകുട്ടികളുടെ കയ്യിലേക്ക് ഭദ്രമായി എത്തുകയാണ്. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളൊന്നും ഇല്ല, എല്ലാവരും കളത്തിലേറി കളിക്കുന്നുണ്ട്. ഞങ്ങൾ 10 പേര് ആഗ്രഹത്തോടെ ഇറങ്ങി കളിച്ചവരാണ്. ഹൈസ്കൂൾ ചവിട്ടുനാടക മത്സരം നടക്കുമ്പോൾ അവർക്ക് ആവേശമാകാൻ ഹയർ സെക്കൻഡറി തലത്തിൽ മത്സരിക്കാനുള്ള അവരുടെ ചേച്ചിമാരും അവരുടെ ആശാന്മാരുമെല്ലാം കൂടെ തന്നെയുണ്ട്. ആദി അന്താമുള്ളോനെ ആനന്ദ കടവുള്ളോനെ അന്താമുള്ളോനെ ആനന്ദ കടവുള്ളോനെ ആനന്ദ കടവുള്ളോനെ ആദി പരാപരനെ ആനന്ദ കടവുള്ളോനെ ആദി. ഒരു കാലത്ത് ആൺകുട്ടികൾ കൈയടക്കി വെച്ചിരുന്ന ചവിട്ടുനാടകം ഇപ്പോൾ പെൺകുട്ടികൾ കൈയടക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസി സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.